നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, ആഗ്രഹങ്ങൾ നടക്കുന്നതിൻ്റെ ഒരുപാട് ആക്ഷൻസ് എടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും എന്നോട് പൊതുവേ ചോദിക്കുന്ന അവരുടെ ഒരു പൊതുവേ ഞാൻ കണ്ട് പരിചയമുള്ള ഒരു ഡൗട്ടാണ്. ഞാൻ എല്ലാ ടെക്നിക്സുകളും യൂസ് ചെയ്യാറുണ്ട്, ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് അറിവ് എനിക്കതിനെക്കുറിച്ചുണ്ട്. ഞാൻ ഇത്രയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും ടെക്നിക്സുകളൊക്കെ നോക്കിയിട്ടും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ടെക്നിക്ക് ആയിക്കോട്ടെ, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം, എല്ലാവരും അത് പരീക്ഷിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം എന്തുകൊണ്ട് കുറേ പേർക്ക് റിസൾട്ട് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ എനർജി ലെവലാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ വൈബ്രേഷനിലും അലൈൻമെൻറ്റിലും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ആഗ്രഹം നടക്കുക. അത് എന്തുമായിക്കോട്ടെ. ഇതിൽ ചെറിയ ആഗ്രഹം വലിയ ആഗ്രഹം എന്നൊന്നില്ല, അത് നമ്മുടെ മൈൻഡിലാണുള്ളത് അല്ലേ. അപ്പം നമ്മൾ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് കിട്ടാൻ നമ്മൾ ഡിസേർവിങ് ആണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരണം. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് 1,00,000 രൂപ ശമ്പളം ഉള്ള ഒരു ജോലിയായിരിക്കാം. ഇപ്പം ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ മേ ബി ഒരു 15,000 8,000 സാലറി വാങ്ങി ജോലി ചെയ്യുന്ന ഞാൻ 1,00,000 രൂപ സാലറി ഉള്ള ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്നത്, അയ്യോ അതെനിക്ക് എങ്ങനെ കിട്ടാനാണ്, എനിക്കതിന് മാത്രം സ്കില്ലില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കതിന് മാത്രം കഴിവില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ മേ ബി ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡിൽ ആദ്യം മാറേണ്ടത് നമ്മൾ അതിന് ഡിസേർവിങ് ആണ് എന്നുള്ള വിശ്വാസമാണ്. എന്താഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും, ഞാൻ പറഞ്ഞു ആഗ്രഹം ചെറുത് വലുത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ ഡിസേർവിങ് ആണ്. ഈ യൂണിവേഴ്സിന് എല്ലാവരും ഒരുപോലെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും അതിന് നിങ്ങൾ ഡിസേർവിങ് ആണ്. അത് വിശ്വസിച്ചുകൊണ്ട് ഏത് ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾ പരീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. ആ അഫർമേഷൻ ഇതാണ്: എൻ്റെ ആഗ്രഹത്തിന് ഞാൻ അർഹനാണ്. നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ജോലിയുടെ ആണെങ്കിൽ എൻ്റെ ഈ ജോലിക്ക് ഞാൻ അർഹനാണ്.